എന്റെ അമ്മേ. ഗോപാലൻകുട്ടി, സാർ. കാപ്പി എവിടാ കഴുതേ? റെഡി സാർ. അവന്റെ റെഡി. എന്തൊരു വേദന. എക്സ്ട്രാ പൗണ്ട്. ഇവന്മാരുടെ പേര് പറയുന്നത് എക്സ്ട്രാ പൗണ്ട്, കസാൻ ടാക്കീസ്, റോസിസ്റ്റ ക്രിസ്റ്റീന, പുലത്തിൽ കുഞ്ഞബ്ദുള്ള. പോയി കാപ്പി എടുത്തോടാ. ഗോപാലൻകുട്ടി, എന്തോ? ഇങ്ങനെ പോയാ പറ്റില്ല. എങ്ങനെ സാർ? നിന്റെ ഈ ക്രിസ്റ്റീന ഗുൽഫിയും എന്റെ അടുക്കളപ്പണി. അതെ, ഞാൻ എന്റെ ഈ കുലത്തൊഴിൽ. എടാ, നീ 28 ഏകാദശിയും 2 പട്ടിണിയുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാ നിനക്ക് എന്റെ അടുക്കള ഞാൻ ജോലി തരുന്നത്. അങ്ങനെ സാറിന്റെ അടുക്കളയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ പൊട്ടിവിടർന്നു. അതാണ് ഞാൻ. പക്ഷേ ആ സത്യം ഞാൻ ഇന്നും നിഷേധിക്കുന്നില്ല സാർ. എടാടാ, നിന്റെ ഈ സിനിമയിലെ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ എന്റെ അടുക്കള ജോലിക്കാരനാ. എന്ത് പറയുന്നു ഗോപാലൻകുട്ടി? പക്ഷേ എന്റെ ജന്മസിദ്ധമായ വാസനാ വൈഭവം. ജന്മസിദ്ധമായ ഈ നാറ്റം നിന്റെ വർഗത്തിനുള്ളതാ. ആ ലെവലാദികൾ. സാറിന് ഈ സൃഷ്ടിയുടെ വേദന അറിഞ്ഞുകൂടാത്തുണ്ട്. സൃഷ്ടിയുടെ വേദന മണ്ണാകട്ടിയാ. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. പോയി കാപ്പി എടുത്തോടാ. കാപ്പി ഉണ്ട് സാർ. കാപ്പി വേറെ, സാഹിത്യം വേറെ, ചായ വേറെ, ചാരായം വേറെ. ഇതില് എഴുതിയ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. എന്നാ കാശി, ഇത് നീ എടുക്കും. പിന്നെ എന്റെ കൂടെ താമസിക്കുന്ന ഒരു മാഷില്ലേ, അയാൾ കാണാതെ ഇത് ഇവിടെ കൊണ്ടുതരണം. ഇന്ന് വേമ്പോ ഒന്ന് ഓർഡറാ. ഇവിടെ വാ, ഇങ്ങോട്ട് മാറി നിൽക്കേ. നീ ഏതാടാ? ഞാൻ ഗോപാലേട്ടൻ. പച്ചക്കറി. പച്ചക്കറി എന്തോന്നാടാ? ഗോപാലേട്ടൻ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു. ഓ, ഗോപാലൻകുട്ടി, ഗോപാലൻകുട്ടി. എന്തോ കഴുതന്റെ കയ്യിലെ കുത്തപ്പഴേ ആലോചിച്ച എന്തോ ഒരു അത്യാവശ്യം. എന്നെ വിളിച്ചോ? ഇവിടെയാ. ഇങ്ങോട്ട് മാറിയേക്ക്. ഇങ്ങോട്ട്. ഇവൻ എന്താണ് നിന്നോട് പറഞ്ഞത്? ഇതെന്നു മുതലാടാ? ഈ പയ്യനെ കുറിച്ചാണോ സാർ? അതെ സാർ, ഈ പയ്യനെ കുറിച്ച് തന്നെ. അവനെന്റെ സെർവന്റ് സാർ. സെർവന്റ്? നീ ആരടാ അല്പപ്രാണി? സാർ, എന്നെ പോലുള്ള സാഹിത്യകാരൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും മത്സ്യമാംസാദികളും വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് ഈ ലോക സാഹിത്യത്തിന് തന്നെ അപമാനമാണ് സാർ. ഇങ്ങോട്ട് മാറി നിൽക്കേ. മര്യാദക്ക് ബാഗ് വാങ്ങിച്ച് മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ടോ. പോയി വാങ്ങിച്ചോണ്ടോടാ. അത് വെറുതെ ഒരു എന്താ അത്, കഥകളിയോ? ഞങ്ങക്ക് തെറ്റിന്നാ തോന്നുന്നത്. സംശയിക്കേണ്ട, കഥകളിയാണെങ്കിൽ തെറ്റിയിരിക്കുന്നു, മുദ്ര ഇതല്ല. ഞങ്ങൾക്ക് വീട് തെറ്റിയെന്നാ തോന്നുന്നത്. വീട് തെറ്റിയില്ല, ഇത് വീട് തന്നെയാ. അവിടെ നിന്ന് ആരാണാവോ? ആരാവണം? ഒരു മനുഷ്യൻ പലതും ആവും. വാ, നമുക്ക് പോവാം. വീട് തെറ്റിന്നാ തോന്നുന്നത്. ആ വഴി നിന്നോ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാ. അതെ, ഞങ്ങളിവിടെ ഇറങ്ങാണ്. എന്തത് സത്രം? നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന് വരുന്നു? എന്തിനു വന്നു? ഇവിടെ സ്കൂളിൽ ജോലിയുള്ള ഒരു ജയചന്ദ്രനെ സാറിന് അറിയാമാവോ? ജയനെ അറിയാതെ? ഞങ്ങൾ ഫ്രണ്ട്സ്. ചോദിക്കട്ടെ, എന്താ വേണ്ടത്? കണ്ടിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. സ്കൂൾ പോയിരിക്കുക, ഉടനെ വരും. അപ്പോഴിവിടെ തന്നെയാ താമസിക്കുന്നത്. പിന്നെ സാറ് ജയചന്ദ്രന്റെ കൂട്ടുകാരനായിരിക്കും. അതെ അതെ, ഓഫ് കോഴ്സ്. സാറിന് എന്താ ജോലിയാവോ? യു മീൻ വർക്ക്? വർക്ക് എന്ന് നിങ്ങൾ മീൻ ചെയ്യുന്നത് ജോലിയായിരിക്കും. ഐ ആം സോറി, ഞാനൊരു നോവലിസ്റ്റാണ്. ഞാനും ചെയ്യനും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പാത്രത്തിൽ ഉണ്ണുന്നു. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ, പിന്നെ ഭക്ഷണം പാകം ചെയ്യൽ എൻ്റെ ഒരു ഹോബി.
അവിടുന്ന് ഇവിടുത്തെ വേലക്കാരനാണോ? ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവൻ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവൻ. അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരമായി അല്ല ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാളി തമാശ തമാശ എന്നോട് അല്ലെങ്കിൽ തന്തയോട്. അല്ല ഇരിക്കണായിരിക്കല്ലേ. ഇത് ആദ്യം പറഞ്ഞ ഞാൻ കസേര കൊണ്ട് തരായിരുന്നല്ലോ. എടാ ഒരു വീട്ടുവേലക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ? ഗോപാലൻകുട്ടി. അയ്യോ ആഹാ, അച്ഛനും അമ്മയൊക്കെ എപ്പോ വന്നു? എടാ ഇവർ കാപ്പി കൊടുത്തോ? കാപ്പി കൊടുക്കാൻ ഇവരൊന്ന് ഇരുന്ന് കിട്ടണ്ടേ? ആ പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ശവത്തിന്? അയ്യോ അക്കാര്യം പറയാതിരിക്കാ ഭേദം. പറഞ്ഞാ കറിഞ്ഞു പോകും. ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ഒന്നാം രംഗത്ത് അവൾ കയറി എന്താ ഗോപാലൻകുട്ടി ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം കളിയല്ലോ. ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം ബുദ്ധിയും ഭാവനയും എനിക്ക് കുറെ കൂടുതലാണ്. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ പിതാവാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വരുന്നേ. അയ്യോ അയ്യ ലൈറ്റ് എഴുത്തല്ലേ. അല്ല ഞാനന്ന് തന്ന ആ നോവൽ വായിച്ചോ? ഏത് നോവൽ? ഇരുട്ടറയിലെ ഇരട്ടക്കൊലപാതകം. അത് നോവലാണോ? അല്ല നോവലാണ്, പക്ഷെ അത് കവിതയായിട്ടും വായിക്കാം. അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി. ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട്, വേണം ചൊല്ലി കേൾപ്പിക്കാം. മനസ്സ വാച കർമ്മ മധുരവികാരം മദന വിചാരം മന്മത കേളി നടന വികാരം ടിങ് ടിക്ക് ടിങ് ടിങ് ടിക്ക് ടിക്ക് ടിങ് ടിങ്. ഓ മതി മതി, മ്യൂസിക് ഒന്നും വേണ്ട ഇവിടെ. ഇത് സിനിമാ പാട്ടില്ലേ? സിനിമ പാട്ടോ? അപ്പൊ ഇത് മോഷ്ടിച്ചാണല്ലോ. ആരും നിങ്ങളോ? ഞാനല്ല, അവര്. ശരി, കേസ് കൊടുത്തേ. അത് പോട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അപ്പുകുട്ടിനെ ഒന്ന് കാണണം, കുറെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. എന്താ വിശേഷം? സാറിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു. ഉയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പൂട്ടെ, ആപ്പൂട്ട, നീ ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ. എന്നാ സഞ്ചി, 10 രൂപ. ഇത് മതിയാവോ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ, നീ ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. ആ ചെല്ലേ, പോ 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 പോ. സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. തീ പിടിച്ച സാധനങ്ങൾ. ചരിത്ര സംഗീത നാടകം. നീ ഇങ്ങനെയൊന്നും ആയാ പറ്റില്ല. ഞാൻ അതിന് അനാവശ്യ ചെലവൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ നിങ്ങളെ പോലെ തിരുമ്പി തിരുമ്പി ജീവിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ തിരുമ്മിയതുകൊണ്ടാ നീയും മോനും ചവര് പിടിക്കാതെ നടക്കുന്നത്. പിന്നെ എന്നെ അങ്ങ് പെരുവഴിന്ന് പിടിച്ചോണ്ട് വന്നതല്ലയോ? നല്ല ഒന്നാന്തരം തറവാട്ടി പറഞ്ഞവളാ ഞാന്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ അവനോട് പറ. ഏതാടാ ഈ നന്ദിനി? അടുത്ത വീട്ടിലെ മാരാരുടെ മോളാ. ആ എന്താ? ഒന്നുമില്ല. ഗോപാലൻകുട്ടി, ഊണ് റെഡിയായോ? ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? പച്ചവെള്ളം മുക്കി കൊടുത്താലോ? കറിക്ക് പകരം ഇപ്പൊ കവിത ചൊല്ലിക്കൊടുക്കാൻ പറ്റും. എടാ ഗോപാലൻകുട്ടി, എന്തോ? ഊണ് റെഡിയായോ? ചോറ് റെഡി. കറി അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ? നമസ്കാരം. വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്റെ അയലോക്ക് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് 10 വളയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഓ, അതൊക്കെ കഴിഞ്ഞ കാലം. ഗോപാലൻകുട്ടി, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഗോപാലൻകുട്ടി. എന്തോ? ആ എന്നാ വിളമ്പി വയ്ക്ക. ആ ഞാനിവിടെ ഇല്ല, പോയി. പച്ചക്കറിയോടെ? എന്ത് പച്ചക്കറി? ഏത് പച്ചക്കറി? എടോ, ഞാൻ പച്ചക്കറി നിന്റെ അടുത്ത് കാശ് തന്നയച്ചില്ലേ? എന്ത് കാശ്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അല്ല, ഞാൻ അറിയാനിട്ട് നിങ്ങൾ ആരാ? അവിടെ കിടന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ആരാണ്. എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് കള്ളു കുടിച്ച് ഞാനാരാ? നിന്റെ തന്ത. അപ്പോ അമ്പലത്തിലെ കഴകം കൂടാതെ വേറെ ജോലി എന്തെങ്കിലും? ഒന്നുമില്ല. എന്താടാ മോനെ നിന്റെ ഗോപാലന്റെ വിഭവങ്ങള്? ആ, അപ്പോഴേ
ഞാൻ ഇറങ്ങട്ടെ. ആട്ടെ. പോണ വഴിക്ക് വീട്ടിൽ കയറിയിട്ടേ പോകാവൂ, മറക്കരുത്. ഓ. ചോറ് റെഡി. കറിക്കിപ്പോ എന്താ ചെയ്യാ? ബാ നമുക്ക് വല്ല ഹോട്ടലിലും ബാ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ചോറ് മാത്രമേ തയ്യാറുള്ളൂ. എനിക്കത് വന്നപ്പോഴേ തോന്നിയതാ. എടാ, വാലിക്കാരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അവൻ നിന്റെ വാലിക്കാരനോ നീ അവന്റെ വാലിക്കാരനോ? വാ, നമുക്ക് ഈ അടുത്ത കടയിൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം. വാ. ശരിയാ, വിശക്കുന്നു. ആ ലക്ഷണം കേട്ട് തന്തന്റെ കാല് ഇവിടെ എടുത്ത് കുത്തിയപ്പോ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇവിടെ നടക്കാൻ പോകാൻ. ഗോലംകുട്ടി, ഗോലംകുട്ടി, ഗോലംകുട്ടി. എടാ, നീ എവിടെ പോയിരുന്നു? ഞാൻ കോഴിക്കോട് വരെ പോയിരുന്നു. എന്താ കാര്യം? MT കാണാൻ. നമ്മളെ MT കാണാൻ. എന്റെ മലമ്പാമ്പ് എന്ന് പറഞ്ഞ നോവല് പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ട് കാലം കുറയും. അതൊന്ന് നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ ശവക്കല്ലറിയിലെ തീജ്വാല. ഈ പാൻറ്റേതാ? ഈ പാൻറ് സാറിന്റെ. ജുബായോ? ഇത് സാറിന്റെ പഴയതല്ലേ? ആഹാ, എന്റെ അല്ല, സാറിന്റെ. ഓഹോ. ഇതോ? ഇത് സാർ ഉപയോഗിക്കാത്തല്ല, അതുകൊണ്ട് ഞാൻ എടുത്തതാ. ഓ, എടാ, ഏതായാലും നീ കോഴിക്കോട് വരെ പോയില്ലയോ? ഉവ്വ്. എന്നാ പിന്നെ കുതിരവട്ടം വരെ പോകാൻ വിചായിരുന്നു. ചായ. സാർ, ആളുകൾ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? എന്ത്? ഇന്നലെ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോ സാറിനെയും നന്ദിനിക്കുട്ടിയെയും പറ്റി ആ ദുബായ്ക്കാരും കൂട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരെ ഞാൻ ഓരോരുത്തരും ഓരോ വഴിക്ക് പറഞ്ഞേക്കായിരുന്നു. അവരിത് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാനും അവരെ പോലെ തരം താഴ്ന്നത് ശരിയല്ലോ എന്ന് കരുതി ചുമ്മാതിരിക്കുക. അതും ശരിയാണ്. എലിസബത്ത് ടൈലറുടെ ഒരു നോവല് ഇതേമാതിരി പാത്രമുണ്ട്. ഒരു പാത്രം പാട്ടിയാണ്, മറ്റൊരു പാത്രം. ആ പാത്രത്തില് നീ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. അല്ല, ഞാൻ പറഞ്ഞ കഥാപാത്രമാണ്. ചെല്ലേ. ഓഹോ, അപ്പൊ ആ പാത്രത്തിൽ വെള്ളം ചൂടാക്കല്ലേ? അല്ല, പാത്രങ്ങൾ പലതുണ്ടേ.